നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ തൊഴിൽ ചെയ്യുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ തന്നെ. അങ്ങനെ പ്രവാസികൾക്ക് അനുയോജ്യമാം വിധത്തിൽ തൊഴിൽ തയ്യാറാക്കുക എന്ന നിർണായക പ്രഖ്യാപനമാണ് യുഎഇ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാ മറ്റൊരു പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുന്നു. ഏറെ നിർണായകമായ ഈ പ്രഖ്യാപനം പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതാകുന്നു. രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വർഷത്തിൽ 10 ദിവസം വിദ്യാഭ്യാസ അവധി ലഭിക്കുന്നതായിരിക്കും. തൊഴിലിനൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ കൂടിയ അവധി ലഭിക്കുക. പരീക്ഷ എഴുതാൻ ഈ അവധി സഹായിക്കുന്നതാണ്. ഒരു സ്പോൺസർക്ക് കീഴിൽ 2 വർഷം പൂർത്തിയാക്കിയവർക്ക് വിദ്യാഭ്യാസ അവധിക്ക് അപേക്ഷിക്കാമെന്ന് യുഎഇ ഡിജിറ്റൽ സർക്കാർ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു. സ്വകാര്യ മേഖലയിൽ 9 തരം അവധികൾ അനുവദിച്ചിട്ടുണ്ട്. വാർഷിക അവധിയാണ് ഇതിൽ ഒന്നാമത്തേത്. ദേശീയ സേവനത്തിന് വേണ്ടിയുള്ള അവധി, പഠനാവധി, ഉറ്റവരുടെ മരണത്തെ തുടർന്നുള്ള അവധി, ഹജ്ജ് ഉംറ തീർത്ഥാടനാവധി, പ്രസവ ശിശു പരിപാലനാവധി, മാതാപിതാക്കളുടെ പരിചരണത്തിനുള്ള പ്രത്യേക അവധി, തൊഴിൽ നിയമപ്രകാരമുള്ള ചികിത്സാവധി എന്നിവയ്ക്ക് പുറമെ ഔദ്യോഗിക വാരാന്ത്യ അവധികൾക്കും അവകാശമുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ലഭിക്കുന്ന മറ്റവധികൾ ഇപ്രകാരമാണ്: ദുഃഖാചരണ അവധി, ഭാര്യ ഭർത്താവ് എന്നിവരിൽ ആരെങ്കിലും മരിച്ചാൽ 5 ദിവസം ദുഃഖാചരണ അവധി ലഭിക്കും. മാതാവോ പിതാവോ മക്കളിൽ ആരെങ്കിലുമോ സഹോദരി സഹോദരൻ പൗത്രന്മാർ എന്നിവരുടെ വിയോഗത്തിൽ 3 ദിവസത്തെ അവധി ലഭിക്കും. ഉറ്റവർ മരിച്ച ദിവസം മുതലാണ് അവധി ലഭിക്കുക. പ്രസവാവധി 60 ദിവസം വരെ. നവജാത ശിശുവിനെ പരിചരിക്കാൻ പിതാവിന് ശമ്പളത്തോടു കൂടി 5 ദിവസം അവധി. അമ്മമാർക്ക് 45 ദിവസം പൂർണ്ണ ശമ്പളത്തോടും ശേഷിക്കുന്ന 15 ദിവസം പകുതി വേതനത്തോടും അവധി. പ്രസവത്തിന് തൊട്ടു മുമ്പ് എപ്പോൾ അപേക്ഷിച്ചാലും അവധി നൽകണം. അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ അപേക്ഷിക്കേണ്ടതാണ്. പ്രസവാനന്തരം അമ്മയ്ക്കോ കുഞ്ഞിനോ കൂടുതൽ വൈദ്യപരിചരണം ആവശ്യമെങ്കിൽ തന്നെ വേതനരഹിത അവധിയും ലഭിക്കും. കുഞ്ഞ് പ്രത്യേക പരിചരണം ആവശ്യമുള്ള ഭിന്നശേഷിയുള്ളതാണെങ്കിൽ 30 ദിവസം കൂടി ശമ്പളത്തോടെ അവധിക്ക് അർഹതയുമുണ്ട്. ആവശ്യമെങ്കിൽ 30 ദിവസം കൂടി വേതനമില്ലാത്ത അവധിയും ലഭിക്കും. പ്രസവിച്ച് ജോലിയിൽ തിരികെ പ്രവേശിച്ച അമ്മയ്ക്ക് 6 മാസം വരെ മുല കൊടുക്കാൻ 1 മണിക്കൂർ വിശ്രമ സമയമുണ്ട്. ഇതിന്റെ പേരിൽ വേതനം തടയാൻ പാടുള്ളതല്ല. ദേശീയ അവധി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്ക് മാത്രമുള്ളതാണ്. ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിന് 1 തവണ മാത്രമാണ് അവധി ലഭിക്കുക. വേതനരഹിതമായി 30 ദിവസം വരെ ലഭിക്കുന്നതാണ്. എന്നാൽ ഉംറയ്ക്ക് പോകാൻ അവധിക്ക് അപേക്ഷിച്ചാൽ തൊഴിലുടമയ്ക്ക് നിരസിക്കാനും അവകാശമുണ്ട്. അവധി നൽകിയാൽ തൊഴിലാളിയുടെ വാർഷികാവധിയിൽ നിന്ന് കുറയ്ക്കാനും അധികൃതർക്ക് അധികാരമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.